സ്ഥലനാമ കൗതുകത്തിലേക്ക് വീണ്ടും സ്വാഗതം. പരശുരാമൻ മഴുപറഞ്ഞ് കേരളം സൃഷ്ടിക്കുകയും വടക്ക് നിന്ന് 64 ബ്രാഹ്മണ ഇല്ലങ്ങളെ ഇങ്ങോട്ട് കുടിയേറ്റുകയും അതിൽ 32 തുളുനാട്ടിലും 32 ചന്ദ്രഗിരി പുഴയ്ക്ക് തെക്കുള്ള കേരളത്തിലും കൊണ്ടുവന്ന് പാർപ്പുറപ്പിക്കുന്നതിനുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തു എന്നുമാണ് കേരളോൽപ്പത്തികൾ പറയുന്ന കഥ. അതിലെ തെക്കോട്ടുള്ള 32 ഇല്ലങ്ങളിൽ ഏകദേശം 10ഓളം ഇല്ലങ്ങൾക്ക് ആവാസ സ്ഥാനമെന്ന് കരുതുന്നത് തൃശ്ശൂർ ജില്ലയിലെ ഇരിങ്ങാലക്കുട ചുറ്റുവട്ടങ്ങളാണ്. അവിടെയുള്ള വളരെ പ്രസിദ്ധമായ ഒരു സ്ഥലമാണ് അവിട്ടത്തൂർ. അവിട്ടത്തൂർ മഹാദേവ ക്ഷേത്രം വളരെ പ്രസിദ്ധമാണ്. ഈ അവിട്ടത്തൂരിൻ്റെ സ്ഥലനാമ നിഷ്പത്തിയെക്കുറിച്ചുള്ള ചർച്ചയാണ് ഈ എപ്പിസോഡിൽ. തൃശ്ശൂർ ജില്ലയിലാണ്, മുകുന്ദപുരം താലൂക്കിലാണ്, വേളുക്കര പഞ്ചായത്തിലാണ് ഈ അവിട്ടത്തൂർ. ഈ അവിട്ടത്തൂർ എന്ന് പറയുന്ന സ്ഥലത്തെ സംബന്ധിച്ച് മറ്റെല്ലാ സ്ഥലങ്ങൾക്കും ഉള്ളതുപോലെ തന്നെ പാരമ്പര്യമായ ചില വിശ്വാസങ്ങളും പാരമ്പര്യമായ ചില നാട്ടുനിരുക്തികളും നമുക്ക് കേൾക്കാൻ പറ്റും. ഈ അവിട്ടത്തൂർ മഹാദേവ ക്ഷേത്രം അഗസ്ത്യമുനിയെ പ്രതിഷ്ഠിച്ചു എന്നും അതുകൊണ്ടാണ് അഗസ്ത്യ പുത്തൂരാണ് അവിട്ടത്തൂരായത് എന്നും ഒരു വാദമുണ്ട്. പക്ഷേ അതിനകത്ത് ഇത് ഒരു ഐതിഹ്യം എന്നുള്ളതിൽ കഴിഞ്ഞ് ഒരു ചരിത്ര സത്യമായോ അല്ലെങ്കിൽ ഭാഷാപരമായ ഒരു സവിശേഷ ഒരു രീതിയിലോ നമുക്കിതിനെ കാണാൻ കഴിയില്ല. മറിച്ച് ഇതിന് ഭാഷാപരമായി നമുക്ക് കിട്ടുന്ന മറ്റു ചില തെളിവുകളുണ്ട്. ഏകദേശം 1100ഓളം കൊല്ലം പഴക്കമുള്ള ക്ഷേത്രമാണ് ഈ അവിട്ടത്തൂർ മഹാദേവ ക്ഷേത്രം. 931 മുതൽ ഉള്ള ശിലാലിഖിതങ്ങൾ, ഏതാണ്ട് 10-ാം നൂറ്റാണ്ടിലെ ആദ്യകാലങ്ങളിലെ 2-3 ശിലാലിഖിതങ്ങൾ അവിട്ടത്തൂരിൽ നിന്നും നമുക്ക് അവിട്ടത്തൂർ ക്ഷേത്രത്തിൽ നിന്നും കിട്ടും. ഈ ശിലാലിഖിതങ്ങളിൽ നമ്മൾ തിരിച്ചറിയുന്ന സ്ഥലത്തിൻ്റെ പേര് ആവട്ടിപ്പുത്തൂർ എന്നാണ്. ആവട്ടിപ്പുത്തൂർ, പുത്തൂർ നമുക്കറിയാം പുതിയ ഊര്, പുതുതായി രൂപപ്പെടുത്തിയ ഊര് എന്നാണ്. ഈ സ്ഥലത്തിൻ്റെ ഭൂപ്രകൃതി എന്ന് പറയുന്നത് ഇരിങ്ങാലക്കുടയ്ക്ക് അടുത്താണ്. 2 നദികളുടെ ഓരങ്ങളിലായിട്ടാണിത് നിൽക്കുക. ഏകദേശം 2 നദികൾ പലപ്പോഴും ഗതിമാറി ഒഴുകിയിട്ടുണ്ട്. എന്നാലും ഈ നദികളുടെ തീരങ്ങളെ അടയാളപ്പെടുത്തുന്നതാണ് ആവട്ടിപ്പുത്തൂർ. 2 നദികളാണ് അതുവഴിയുള്ള. ഒന്ന് കുറുമാലി പുഴയാണ്, രണ്ടാമത്തേത് നമ്മുടെ ചാലക്കുടി പുഴയാണ്. അപ്പോൾ ഈ 2 പുഴകളുടെയും ഓരങ്ങളിലായിട്ടാണ് ഈ ആവട്ടിപ്പുത്തൂർ എന്ന് പറയുന്ന സ്ഥലം കിടക്കുന്നത്. അപ്പോൾ ഈ ആവടി എന്ന് പറയുന്ന ഒരു സ്ഥലം നമുക്ക് തമിഴ്നാട്ടിലും കാണാൻ പറ്റും. പുതൂറിൻ്റെ നിരുക്തി നമ്മൾ പറഞ്ഞു കഴിഞ്ഞ് പുതിയ ഊരാണ് പുതൂർ. എന്താണ് ആവടി? ആവടി എന്നാൽ താഴ്ന്ന സ്ഥലം എന്നുള്ളതേ ഉള്ളൂ. ആദ്യകാലങ്ങളിൽ നമ്മൾ സ്ഥലനാമങ്ങൾക്ക് പേര് കൊടുത്ത് പ്രധാനമായും 4-5 ഘടകങ്ങളെ ആശ്രയിച്ചാണ്. ഒന്ന് ഉയർന്നത്, താഴ്ന്നത്, ചെറുത്, വലുത്, ജലസാന്നിധ്യം തുടങ്ങിയ ഘടകങ്ങളെ ആശ്രയിച്ചായിരുന്നു അന്ന് പേര് കൊടുത്തിരുന്നത്. അപ്പോൾ അങ്ങനെയാണ് ഈ താഴ്ന്നത് എന്നുള്ളതിൻ്റെ ഒരു പദമാണ്. താഴ്ന്നത് എന്ന അർത്ഥം വരുന്ന ഒരു പദമാണ് ആവടി. അങ്ങനെ ആവടിയിലെ പുത്തൂർ, നദീതീരങ്ങൾ എപ്പോഴും താഴ്ന്ന സ്ഥലമായിരിക്കുമല്ലോ. അങ്ങനെ ആ നദീതീരങ്ങളിൽ രൂപപ്പെടുത്തിയ ഒരു ഊര്, ഒരുപക്ഷെ ആ ക്ഷേത്ര നിർമ്മിതിയോടുകൂടി രൂപപ്പെട്ടു വന്ന ഊരായതുകൊണ്ടാവാം ആവട്ടിപ്പുത്തൂർ എന്നതിന് പേരുന്ന ആവടിപ്പുത്തൂരാണ് നമ്മൾ വാമൊഴി വഴക്കത്തിൽ വളരെ സൗകര്യപ്രദമായി പറയുന്നതിനായി നമ്മൾ ആവട്ടിപ്പുത്തൂരിനെ അവിട്ടത്തൂരാക്കി ചുരുക്കിയത്. അപ്പോൾ ആവട്ടിപ്പുത്തൂർ താഴ്ന്ന സ്ഥലത്ത് രൂപം കൊണ്ട പുതിയ ഊര് എന്നുള്ള അർത്ഥത്തിലാണ് ആവട്ടിപ്പുത്തൂർ രൂപപ്പെട്ടതും. ഈ ആവട്ടിപ്പുത്തൂരാണ് വാമൊഴി വഴക്കത്തിൽ അവിട്ടത്തൂരായി ചുരുങ്ങിയത്. നന്ദി, നമസ്കാരം.